ഇന്ന് മുട്ട കൊണ്ട് ഞാൻ ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കി കാണിക്കാം. അതിനു വേണ്ടി ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു ചെറിയ പിടി മല്ലിയില, ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനം ഉപയോഗിച്ച് ഒരു അടിപൊളി ഓംലെറ്റ് ഉണ്ടാക്കി കാണിക്കാം. തക്കാളിയും സവാളയും മല്ലിയിലയും പച്ചമുളകും പൊടിയായിട്ട് അരിയണം. അത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാം. തക്കാളിയും സവാളയും പച്ചമുളകും മല്ലിയിലെല്ലാം പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ച പച്ചക്കറിയെല്ലാം ഇടണം. അതിൻ്റെ വെള്ളം വലിഞ്ഞാൽ മാത്രം മതി, അധികം ആവുമൊന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പതിയാവാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം ചേർക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇത് പാനിൽ ഇട്ടതിന് ശേഷം അതൊന്ന് വരണ്ടു വരുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ തൂവണം. അതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചിട്ട് തവ ചൂടാകുമ്പോൾ അതിലേക്ക് ഒഴിക്കണം. ഈ മുട്ട ഇങ്ങനെ നീളത്തിൽ പരത്തണം. ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. അതുപോലെ മുട്ട ഉണങ്ങി വരുമ്പോൾ അതിലേക്ക് ഈ തക്കാളിയും പച്ചമുളകെല്ലാം ഡ്രൈ ചെയ്തത് ഇടണം. അതിന് ശേഷം ഇതുപോലെ മടക്കി വെക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ എല്ലാ മുട്ടയും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം.